നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പൂജമോളെ, കർത്താവേ, ഇനി ഇയാളോട് എങ്ങനെ പെരുമാറണമെന്ന് ആലോചിക്കേണ്ട. അകത്തേക്ക് കയറി വാ മോളെ. കണ്ടില്ലേ, ഒരു പോറല് പോലും ഏൽക്കാതെ നിൽക്കുന്ന കണ്ടില്ലേ? ഇങ്ങനെ ഓജസ്സും തേജസ്സും ഉള്ളൊരു പൂജയെ നിന്റെ മുമ്പിൽ എത്തിച്ചു തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. മണിച്ചിത്രത്താഴ് കളിക്കുന്നു. ഇയാൾ ആര്? ഡോക്ടർ സണ്ണിയ? നിൽക്കുന്നു നിന്റെ പൂജ. അയ്യോ, ദൈവമേ, ഈശ്വര. പൂജ, അമ്മയാ, അങ്ങളെ, അമ്മ ഓടി വാ. പൂജയ്ക്ക് പറ്റി? പൂജ, മോളെ എഴുന്നേക്ക്, മോളെ എഴുന്നേക്കില്ലേ? മോളെ എന്താ പറ്റേ? അമ്മേ, അമ്മേ, അരുണിമേ, അമ്മേ, പൂജ, അമ്മ ഒന്ന് വാ. അമ്മേ, മാധുരി, മധു, ഒന്ന് ഓടി വന്നേ എല്ലാരും. എന്താ അവിടെ? അയ്യോ മോളെ, എഴുന്നേക്ക് മോളെ. മോളെ എന്താ പറ്റിയേ? അമ്മേ, എഴുന്നേക്ക് മോളെ. അമ്മേ, പൂജ, അമ്മേ, അരുണിമേ, അമ്മേ ഒന്ന് വാ. അമ്മേ, അമ്മേ. അയ്യോ അയ്യോ, മോളെ എന്താ പൂജ? എന്താ പറ്റി മോളെ? മോളെ മോളെ എന്താ പറ്റിയേട്ടാ? അർജുനെ കണ്ട പാട് ബോധം കെട്ടു വീണു. പൂജ, പൂജ, മോളെ 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 വെള്ളം എടുത്തോണ്ട് വാ. ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്ക്. മോളെ, അയ്യോ, പൂജ മോളെ, കണ്ണു തുറക്കുന്നതായിരിക്കും ബുദ്ധി. അല്ലെങ്കിൽ അപസ്മാരത്തിന് വല്ല മരുന്നും കുത്തിക്കേ. കണ്ണു തുറക്ക് മോളെ. മോളെ പൂജ, മോളെ ചേച്ചി, മോളെ പൂജ, മോളെ പൂജ, മോളെ കണ്ണു തുറക്ക് മോളെ. കണ്ണു തുറന്നു. പൂജ, പിടിക്ക് ചേച്ചി, പിടിക്ക്. പൂജ എന്താ പറ്റിയേ? മോളെ എന്ത് പറ്റി മോളെ? പൂജ, അത് ഏട്ടനെ പെട്ടെന്ന് കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ വല്ലാതെ. അങ്ങനെ വരട്ടെ, എനിക്ക് തോന്നി. ഏറ്റു. പിടിച്ചോണേ. അതെ അമ്മേ, ഒരു കാര്യം ചെയ്യാം. ഇവര് രണ്ടുപേരും കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും പുറത്തിരിക്കാം. അതല്ലേ നല്ലത്? അതാ ശരി. മോള് വാ. അതെ, ഒരുപാട് കരഞ്ഞും പറഞ്ഞും ഇവർക്ക് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടാവും. നമുക്ക് പുറത്തോട്ടിരിക്കാം. അത് വേണോ? അനു, അനുമോളെ, പൂജ, എന്താ വിളിച്ചു കേട്ടില്ലേ? അത് ഞാൻ പെട്ടെന്ന്
അവിടെ ഇരിക്കേ. ഇങ്ങോട്ടിരിക്കടോ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എവിടെയായിരുന്നു താൻ? എന്താ തനിക്ക് പറ്റിയത്? അറിയില്ല, ഓർമ്മ വരുമ്പോ ആശുപത്രിയിലായിരുന്നു. ഞാൻ ആദ്യം ഓർത്തത് തന്നെയാ. താൻ അടുത്തില്ലെന്ന് കണ്ടപ്പോ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണമെന്നേ തോന്നിയില്ല. അതെന്താ? താനില്ലാതെ പിന്നെ ഞാൻ എന്തിനാടോ ജീവിച്ചിരിക്കുന്നത്? ജനിച്ച പിന്നെ മരിക്കാൻ പറ്റില്ലല്ലോ. ഏ? അല്ല, ജനിച്ചു പോയില്ലേ? എന്ത് വലിയ സംഭവത്തെ ഇങ്ങനെ കൂളായിട്ട് എടുക്കാനുള്ള തന്റെ കഴിവുണ്ടല്ലോ. അതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾക്ക് ചായയോ കാപ്പിയോ വല്ലതും വേണോ? വേണ്ട എന്താ, നന്ദേട്ടനൊന്ന് റിലാക്സ് ആയ പോലെ ഉണ്ടല്ലോ. അതെന്താ? അല്ല, ചായ വേണോന്നൊക്കെ ഒന്ന് ചോദിക്കുന്നു. പതിവില്ലാത്താണല്ലോ. ഇത്ര നാളും നമ്മൾ ഈ ഐസുവിന്റെ മുമ്പ് ഇരുന്ന് ഇങ്ങനെ ഒരു മനസ്സോടുകൂടി അല്ലല്ലോ മധു. അതായിരിക്കുമെന്നാ തോന്നുന്നേ. അതെ, അതാണ് ശരി. എന്റെ മനസ്സിലിപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. നമ്മളങ്ങനെ ആർക്കും ദോഷമൊന്നും ചെയ്തിട്ടില്ലല്ലോ ചേച്ചി. എല്ലാം അവസാനം നന്നായി വരും. പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നി. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പൂജയുടെ പ്രകൃതമേ ഒന്ന് വേറെ ആയതുപോലെ. അതൊക്കെ നിനക്ക് തോന്നുന്നതാ. അല്ലെന്നേ, ഞാൻ അനുമോളെന്ന് വിളിച്ചപ്പോ പൂജ കേട്ടതുപോലുമില്ല. ഓ, നീ അപ്പോഴേക്കും CD കളിക്കാൻ തുടങ്ങിയോ? മധു, നിന്റെ ഈ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കോ, കേട്ടല്ലോ. അമ്മ, അതങ്ങനല്ല. പൂജമോള് വന്നതില് നിങ്ങളെപ്പോലെ തന്നെ സന്തോഷം എനിക്കുമുണ്ട്.